ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ റെസിപ്പി. എന്നത്തെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യാസത്തിൽ മുന്നേ ഷെയർ ചെയ്തിട്ടുള്ള ചിക്കൻ വരട്ടിയതിൻ്റെയും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ചിക്കൻ റെസിപ്പികളുടെയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള ഈസി റെസിപ്പികളൊക്കെ മിസ്സാതെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഇനി നമുക്ക് വേഗം റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ വലിയ 10 അല്ലി വെളുത്തുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ചേർക്കാം. രണ്ടും ചതച്ചെടുക്കണമെന്നൊന്നുമില്ല, ടറഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്താൽ മതി, കാരണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി ഇതിലേക്ക് സബോള കൂടെ അരിഞ്ഞത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. 1 കിലോ ചിക്കനിലേക്ക് 3 വലിയ സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അധികം മസാല വേണ്ടെങ്കിൽ 2 സബോള എടുത്താലും മതിയാകും. സബോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി ഒരു 2 ടീസ്പൂൺ ഉപ്പ് ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വഴന്ന് ഈ ഒരു സ്റ്റേജിലെത്തിയാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നന്നായി ഒന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂട് മുഴുവനായിട്ട് മാറിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു മിക്സിയിലേക്ക് മാറ്റി നല്ല പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കാം. ഇനി അതേ പാനിൽ വഴറ്റിയ ഓയിൽ കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. ഓയിൽ ബാക്കിയില്ലെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരച്ച് ഈ അരപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇങ്ങനെ അരച്ച് ചേർത്ത് ഒന്നുകൂടെ വഴറ്റുമ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ മസാലയ്ക്കൊക്കെ പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും. സബോള അരച്ചതിൻ്റെ കളറൊക്കെ നന്നായി ചേഞ്ച് ആയി വരുന്നത് വരെ കുറച്ച് സമയം എടുത്ത് തന്നെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഈ അരപ്പിൻ്റെ റോസ്മെല്ലൊക്കെ നന്നായി മാറി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. എരിവിന് വേറെ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഇപ്പം ഇതിലേക്ക് എരിവ് കുറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ 2.5 ടേബിൾ സ്പൂൺ ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്രേവി തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ മല്ലിപ്പൊടി വെറും 2 ടീസ്പൂൺ മതിയാകും. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇതൊന്ന് മൂപ്പിക്കാം. പൊടികളൊക്കെ നന്നായി മൂത്ത് വന്നാൽ മസാലയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി ഒന്നുകൂടെ ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ ഈ ഒരു സമയത്ത് ക്ലീൻ ചെയ്ത് വെള്ളം നല്ലപോലെ ഡ്രെയിൻ ചെയ്തെടുത്ത് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല. അപ്പോൾ തക്കാളിക്ക് പകരം 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഒപ്പം തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് തരി പോലും വെള്ളം ചേർക്കാതെ നല്ല പോലെ മിക്സാക്കി ഒന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10-15 മിനിറ്റ്, അതായത് ചിക്കൻ ഏകദേശം ഒരു 1/4 വേവാവുന്നത് വരെ മൂടി വെച്ച് വേവിക്കണം. അതിൻ്റെ ഇടയിൽ 3-4 പ്രാവശ്യമെങ്കിലും ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. നമ്മളിതിൽ തീരെ വെള്ളം ചേർക്കാതെ തന്നെ ചിക്കൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ വന്നോളൂ. ചിക്കൻ ഒരു 75% വെന്ത് വന്നാൽ പിന്നെ മൂടി തുറന്ന് വെച്ച് ഇതിലെ ഗ്രേവി ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പൊ ഗ്രേവി മുഴുവനായി വറ്റി മസാല ഒരു മുരിഞ്ഞു വരുന്ന പരുവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ലാസ്റ്റ് നല്ലൊരു ഫ്ലേവറിനായിട്ട് വേണമെങ്കിൽ 2 നുള്ളു കൂടെ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാട്ടോ. അപ്പോൾ നമ്മുടെ കിടിലൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡിയായി. വളരെ ഈസിയാണ് ഉണ്ടാക്കാനെങ്കിലും കുറച്ച് സമയം എടുത്ത് സാവധാനം ഉണ്ടാക്കുകയാണെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടെ കൂടും. അപ്പം ഇനി ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് ഇതിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനായിട്ട് എപ്പോഴും ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിനായിട്ട് ഇതുപോലെ ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടാക്കി നോക്കുക. ഒരു പ്രാവശ്യങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ മറക്കാതെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ.
എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റായി തന്നെ അറിയിക്കാം. അപ്പോൾ ഇൻഷാല്ലാ ഇനി ഇതുപോലുള്ള ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ. അസ്സലാമു അലൈക്കും.